ചുറ്റും കൂടി നിന്ന് തെറ്റിദ്ധരിപ്പിക്കാനും ചെവി കടിക്കാനും ഒക്കെ കുറെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരും റാൻ മോഡികളും ഉണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റുകളുടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏത് സ്കൂളിലും എന്ത് സംഭവിക്കും? ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിച്ച ഒത്തുതീർപ്പായ ഒരു വിവാദം ഇതിന് ഏറ്റവും പുതിയ തെളിവാണ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം. കുട്ടികളിൽ എന്തിനിങ്ങനെ ഒരു മന്ത്രിയും കിങ്കരന്മാരും ചേർന്ന് വർഗീയ വിഷം കുത്തി നിറയ്ക്കുന്നു എന്നാണ് രക്ഷാകർത്താക്കൾ ചോദിക്കുന്നത്. എറണാകുളത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ഉണ്ട് ഇത്തരത്തിൽ ചെവി കടിക്കുന്ന വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരും റാൻ മൊഴികളും. അതിനൊന്നല്ല, പല തെളിവുകളുണ്ട്. ഇവർ പറയുന്നത് വേദവാക്യം പോലെ സ്വീകരിക്കുകയല്ലാതെ മന്ത്രിക്ക് പറ്റി പോകാൻ വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് പറയുന്നു അത് മന്ത്രിയുടെ വായിൽ നിന്ന് മറുപടിയായി പുറത്തു വരികയും ചെയ്യും, അത് വിവാദമാകുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഒരു സ്വകാര്യ സ്കൂളിലുണ്ടായാൽ ഉടൻ തന്നെ ഫോറൻസിക് റിപ്പോർട്ട് വരെ തയ്യാറാക്കി മന്ത്രിയുടെ സമക്ഷം എത്തിച്ച് മന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ തന്റെ കാര്യം പൂർത്തിയാക്കി കയ്യടിയും അഭിനന്ദനവും ഒക്കെ ഏറ്റുവാങ്ങാൻ വിദ്യാഭ്യാസ വകുപ്പിലെ കുട്ടി സഖാക്കന്മാരായ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയാവുന്നതിലെ ഓരോ സ്വകാര്യ സ്കൂളുകളിലും ഓരോ നിറത്തിലും തരത്തിലുമുള്ള യൂണിഫോമാണ്. അത് ധരിച്ചു മാത്രമേ സ്കൂളിലേക്ക് വരാവൂ വിശേഷ ദിവസങ്ങളല്ലാതെ എന്ന് സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ട് നൽകിയ ശേഷമാണ് രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിലേക്ക് അയക്കുന്നത്. അത് അവർക്ക് വ്യക്തമായി അറിയാം. അതിനുശേഷമാണ് ഇത്തരത്തിൽ യൂണിഫോമിലെ ആൾട്രേഷനും മറ്റും പറഞ്ഞ് ശിരോവസ്ത്രത്തിന്റെയും മറ്റും പേരും പറഞ്ഞ് ഇനി എന്തായാലും അത് പറഞ്ഞ് ഒരു രക്ഷകർത്താവ് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്റെ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിലേക്ക് ചേർക്കാനായി ആ രക്ഷകർത്താവ് നേരത്തെ തന്നെ മനസ്സുകൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് വേണം ഊഹിക്കാൻ. അങ്ങനെയല്ലാതെ ഒരു രക്ഷകർത്താവും സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിനെതിരെ ഇത്തരത്തിൽ അനാവശ്യമായ ഒരു ആരോപണമോ വിവാദമോ പരാതിയോ ഒന്നും നൽകില്ല, റയർ കേസുകളിലല്ലാതെ. സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോം ധരിച്ച് മാത്രമേ കുട്ടികൾ സ്കൂളിൽ വരാവൂ എന്ന ആ നിബന്ധന തന്നെ ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ സവിശേഷതയാണ്. ആ സ്കൂളിലെ കുട്ടികളെല്ലാം യുണീക്ക് ആയിരിക്കണം. അതിന് സംസ്ഥാന സർക്കാർ തുല്യത ചാർത്തി നൽകിയിരിക്കുന്ന ഒരു ഓമന പേരുണ്ട്, തുല്യത. വിദ്യാലയങ്ങളിലെ തുല്യത. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വലിപ്പച്ചെറുപ്പമില്ലാതെ പണക്കാരനെന്നോ പാവപ്പെട്ടനെന്നോ പുറത്ത് കാണിക്കാതെ അവരെ വേർതിരിക്കാതെയുള്ള വേഷവിധാനം. അതുകൊണ്ടാണ് ചില മാനേജ്മെന്റുകൾ ആഭരണങ്ങൾ പോലും കുട്ടികൾ അണിഞ്ഞുകൊണ്ട് വരരുത്, കൊലുസ് പോലും ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അതിന്റെ പേരിൽ പോലും ഒരു കുട്ടി വലുതും മറ്റൊരു കുട്ടി ചെറുതുമാകാൻ പാടില്ല എന്ന വിദ്യാലയങ്ങളിലെ തുല്യത. പിന്നെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ, ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇത്തരം ചട്ടങ്ങൾ അല്പം കൂടി കടുത്തതാണ്, കർശനമാണ്. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ പുതുമകളും സവിശേഷതകളും ഒക്കെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരൽപ്പം ചട്ടങ്ങൾ കഠിനമാക്കുകയും ചെയ്യാം. ഇത് അനുഭവത്തിലൂടെ പറയുന്നതാണ്. ഇവിടെ പള്ളുരുത്തി സെന്റ് റീത്താസ് കോളേജിൽ ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് തോന്നുന്നു ഹിജാബ് ധരിക്കണമെന്ന്. അത് പാടില്ല, അത് സ്കൂൾ നിയമങ്ങൾക്കെതിരാണെന്ന് പ്രിൻസിപ്പൽ ആദ്യമേ തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇളകിയത് രക്ഷാകർത്താവാണ്. അങ്ങനെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് പരാതി നൽകി. തന്റെ കുട്ടി ഇനി ആ സ്കൂളിൽ പഠിക്കണ്ട എന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. എന്തായി? വിദ്യാർത്ഥിനിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണം നടത്തുകയും സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഗുരുതരമായ റിപ്പോർട്ടായിരുന്നത്. വിദ്യാർത്ഥിയെ ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഗുരുതരമായ കൃത്യവിലോപവും വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരന്റെ മൗലികമായ മത സ്വാതന്ത്ര്യ അവകാശത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വരെ അദ്ദേഹം റിപ്പോർട്ടിൽ എഴുതി വെച്ചു. പിന്നെ എങ്ങനെ മന്ത്രിയുടെ ഓഫീസ് പേടിക്കാതിരിക്കും? ഇന്ത്യൻ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും ഒക്കെ കോട്ടിതിരിക്കുകയാണ്. ഇതിനിടെയാണ് സ്ഥലം എം പി ഹൈബി ഈഡൻ തന്റെ മണ്ഡലമായതുകൊണ്ട് വിഷയത്തിൽ ഇടപെട്ടത്, മധ്യസ്ഥത വഹിച്ചു. രക്ഷാകർത്താവുമായും സ്കൂൾ മാനേജ്മെന്റുമായും സംസാരിച്ചു. ഒടുവിൽ സ്കൂൾ വിഷയങ്ങൾ, സ്കൂൾ ചട്ടങ്ങൾ പാലിച്ച് തന്നെ യൂണിഫോം ധരിച്ചു കൊള്ളാമെന്ന് ആ രക്ഷാകർത്താവ് ഉറപ്പ് നൽകി. അതോടെ വിവാദം തീരേണ്ടതാണ്. അങ്ങനെ സ്കൂൾ തുറക്കാൻ തീരുമാനിച്ചു. അപ്പോഴിതാ വരുന്നു അടുത്ത മാരണം. ആരെയും മധ്യസ്ഥത വഹിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു ഇൻഡാസ്. ഒന്നുകൂടി പറഞ്ഞു, കേരളത്തിലെ ഒരു സ്കൂളിലും ഹിജാബ് വിലക്കില്ലെന്ന്. അത് ഹിജാബ് വിലക്കിയതല്ല മാനേജ്മെന്റ്, സ്കൂളിലെ ചട്ടങ്ങൾക്ക് അനുസൃതമായി യൂണിഫോം ധരിച്ചു വരണം എന്ന് പറഞ്ഞു.
മന്ത്രി ഇതുകൂടെ പറഞ്ഞു, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ചെറുതാണെങ്കിലും നിഷേധിക്കാൻ പാടില്ലെന്ന്. സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന കേരളത്തിലെ സ്കൂൾ അന്തരീക്ഷം വഷളാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന്. എന്താണ് മന്ത്രി ഉദ്ദേശിച്ചത്? സിസ്റ്റർമാർ നിരത്തിലിറങ്ങി സ്കൂളിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുമെന്നോ? മന്ത്രി ഇരിക്കൂ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലുണ്ടെന്ന് പിന്നെയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് കാളപ്പിറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ആ റിപ്പോർട്ട് എടുത്ത് അയച്ചത്. ഈ ഉപഡയറക്ടറുടെ മക്കൾ സ്കൂളിലേ പഠിച്ചിട്ടില്ല എന്നൊന്നും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കണ്ടാൽ. അദ്ദേഹത്തിന്റെ മക്കൾ പഠിച്ച സ്കൂളിലും ഇതേ ചട്ടങ്ങളും നിയമങ്ങളും ഒന്നും ഇല്ലേ? അതോ വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നൊരു ധാർഷ്ട്യവും പദവിയും വെച്ച് തന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും അവിടെ ഭരിച്ചു നിൽക്കുകയായിരുന്നു ഇവരൊക്കെ? അങ്ങനെ വേണം കരുതാൻ. എന്തായാലും ഇപ്പോൾ നാട്ടിൽ പലയിടത്തും സ്കൂളുകളിൽ നടന്നു വരുന്നത് ഈ സംഭവമാണ്. വിദ്യാഭ്യാസ മന്ത്രി വർഗീയത ആളെ കത്തിക്കാൻ നോക്കിയതാണോ, അതോ ഹൈബി ഈഡൻ എം പി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചാൽ അരിശമുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണ്? കുട്ടിയുടെ രക്ഷിതാവ് സ്വയം വേണ്ട എന്ന് പറയുന്നത് വരെ സ്കൂളിൽ ആ കുട്ടിക്ക് ശിരോവസ്ത്രം ധരിച്ച് പഠിക്കാൻ അവകാശമുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ആ സ്കൂളിലെ മാനേജ്മെന്റിന്റെ നിലപാടുകൾക്ക് ഒരു വിലയുമില്ലെന്നാണോ? 100-ൽ 99 കുട്ടികളും ഒരേ യൂണിഫോമും ഒരേ വേഷവിധാനത്തിൽ വരുമ്പോൾ ഒരു കുട്ടി മാത്രം വ്യത്യസ്ത രീതിയിൽ വരുന്നതിനെ എങ്ങനെ ന്യായീകരിക്കും വിദ്യാഭ്യാസ മന്ത്രിയും ഈ രക്ഷിതാവും? വിദ്യാർത്ഥിയുടെ ഹിജാബ് വിഷയം രക്ഷാകർത്തവുമായി ചർച്ച ചെയ്ത് ഒത്തുതീർപ്പാക്കിയെങ്കിൽ സന്തോഷം. എന്നാൽ ഇതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മന്ത്രി പറയുമ്പോൾ അവിടെ നാണം കെടുന്നത് ആരാണ്? ഹൈബി ഈഡൻ എം പി ആണോ? അല്ല, മന്ത്രി തന്നെയാണ്. ഈ സ്കൂളിലെ അഭിഭാഷക എന്താണ് പറയുന്നത്? സ്കൂൾ മാനേജ്മെന്റ് അഭിഭാഷക വിദ്യാഭ്യാസ മന്ത്രി വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ആശങ്കകളാണ് അവർക്ക്. രക്ഷിതാവും കുട്ടിയും സ്കൂളിൽ യൂണിഫോം ധരിച്ചെത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടും മന്ത്രി ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തി എന്തിനാണെന്ന് അറിയില്ലെന്നാണ് മാനേജ്മെന്റ് അഭിഭാഷക അഡ്വക്കേറ്റ് വിമല പറഞ്ഞത്. കുട്ടികളിൽ തുല്യത ഉറപ്പാക്കാനാണ് സ്കൂൾ യൂണിഫോം എന്ന് അഭിഭാഷക പറയുന്നു. സർക്കാർ കൂടുതലായി ഇടപെടൽ നടത്തുമെന്ന് പറയുന്നു. മന്ത്രി വർഗീയത ആളിക്കത്തിക്കുകയാണ്, പ്രശ്നം പരിഹരിച്ചതാണെന്നും ഇനി എന്തിന് വർഗീയത ആളിക്കത്തിക്കുന്നു എന്നാണ് സ്കൂൾ അഭിഭാഷക ചോദിക്കുന്നത്. എന്തായാലും ഹിജാബ് വിവാദത്തിൽ സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയതായാണ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീനയും അറിയിച്ചത്. എന്നിട്ടും DD നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണെന്നും പ്രിൻസിപ്പൽ പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമില്ലാതെയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വരെ പറഞ്ഞു വയ്ക്കുന്നു. സ്കൂളിലെ എല്ലാ കുട്ടികളും തങ്ങൾക്ക് ഒരുപോലെയാണെന്നും പ്രിൻസിപ്പൽ പറയുന്നു. സ്കൂൾ കുട്ടികൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ സ്കൂൾ ചട്ടങ്ങൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് നിലപാട്. യൂണിഫോം നിശ്ചയിക്കാൻ മാനേജ്മെന്റിന് അവകാശമുണ്ട്, കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ല, പിറ്റേ ദിവസം മുതൽ പഠിക്കാൻ വന്നുകൊള്ളാമെന്നാണ് കുട്ടി ഉറപ്പ് നൽകിയത് എന്നാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ നിലപാട്. അങ്ങനെ 2 ദിവസത്തെ അവധിക്ക് ശേഷം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ തുറന്നു. ഹിജാബ് ധരിക്കണമെന്ന ആവശ്യവുമായി ബഹളം വെച്ച ആ കുട്ടി ആരോഗ്യ പ്രശ്നങ്ങളാൽ സ്കൂളിലേക്ക് വന്നിട്ടില്ല. വരുമെന്ന് തന്നെയാണ് സ്കൂൾ അധികൃതരുടെ പ്രതീക്ഷ. കാരണം ആ കുട്ടിയെ ഇത്തരമൊരു വിഷയത്തിന്റെ പേരിൽ തള്ളിക്കളയാനോ അതിന്റെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടിയെ വിഷമിപ്പിക്കാനോ സമ്മർദ്ദത്തിലാക്കാനോ ഒന്നും ആ ക്രൈസ്തവ മാനേജ്മെന്റിന് ആകില്ല. കാരണം അത് ഒരു സ്കൂൾ മാനേജ്മെന്റ് ആണ്, സിസ്റ്റർമാരാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയും മറ്റേത് കുട്ടികളെയും പോലെ തങ്ങളുടെ സ്കൂളിൽ പഠിക്കണം എന്ന് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവധിയെടുത്തായിരുന്ന പിതാവും സ്കൂൾ അധികൃതരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ നിയമാവലി പാലിക്കാമെന്നും ഇനിയും ഈ കുട്ടിയെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുമെന്നും രക്ഷാകർത്താവ് വീണ്ടും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇനിയും ബാക്കിയുണ്ട് കുറെ സംശയങ്ങൾ. അതിന് എന്ന് തീരുമെന്ന് കണ്ടറിയണം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച